1999 ജനുവരി 22 ഓർമ്മയുണ്ടോ? ഒഡീഷയുടെ മണ്ണിൽ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന ക്രൈസ്തവ മിഷണറിയും കുടുംബവും ജീവൻ വെടിയേണ്ടി വന്ന ദിവസമാണ്. അതായത് ഇന്നേ ദിവസം. ലോകം പകച്ചു നിന്ന ദിവസം. വർഗീയവാദികളാൽ ഒരു കുടുംബം അസ്തമിച്ചു പോയ ദിവസം. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി യേശുക്രിസ്തുവിനായി വില കൊടുത്ത 5 ജീവിതങ്ങൾ. നമ്മുടെ നാട് ഒരു പ്രത്യേക രീതിയിലൂടെ കടന്നു പോവുകയാണ്. ക്രൈസ്തവർ ഇന്ന് നമ്മുടെ രാജ്യമെമ്പാടും ആക്രമിക്കപ്പെടുകയാണ്. സാമൂഹിക സുരക്ഷിതത്വമുണ്ടെന്ന ബോധ്യത്താൽ കേരളം ഒഴിച്ച് ബാക്കി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലാണ്. മണിപ്പൂർ കലാപ കലുഷിതമായിട്ട് 8 മാസം പിന്നിട്ടു. സർക്കാർ കണക്കുകൾ പ്രകാരം 300ഓളം ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കണക്കിൽപ്പെടാത്ത എത്രയോ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു കാണും. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അരക്ഷിതത്വത്തിലാണ് ക്രൈസ്തവ ജനങ്ങൾ ജീവിക്കുന്നത്. ഗോത്ര കലാപം എന്ന ഓമനപ്പേരിൽ അവിടെ നടത്തുന്നത് വംശഹത്യയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2023 365 ദിവസങ്ങളിൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടത്തിയ അക്രമങ്ങളുടെ എണ്ണം 700-ൽ പരമാണ്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് പോലും ഇന്ത്യ ഒട്ടാകെ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടു. 2024 ജനുവരി 22 സർക്കാർ സ്പോൺസേഡ് ചരിത്ര നിർമ്മിതികൾ നടക്കുമ്പോൾ 2.5 പതിറ്റാണ്ട് മുമ്പ് ഒഡീഷയുടെ മണ്ണിൽ രക്തം ചിന്തേണ്ടി വന്ന ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും എന്നത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മണിപ്പൂരിൽ നടക്കുന്നതും അതാണ്. യുപിയിൽ കൊടിയേറുമ്പോൾ മണിപ്പൂരിനെ മറക്കരുത്. ചരിത്രകാരന്മാർ പറയുന്നത് പോലെ റോമാ നഗരം കത്തിക്കൊണ്ടിരിക്കുന്നു. നീറോ ചക്രവർത്തി വീണ വായിച്ച് സംഗീതം ആസ്വദിക്കുന്നു. ആ സ്ഥിതിയല്ലേ നമ്മുടെ രാജ്യത്തിപ്പോൾ നടക്കുന്നത്. ഇങ്ങ് കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ചില വൈദികർ സംഘപരിവാറിനും BJPക്കും സ്തുതി പാടുകയും ചാനലുകളിൽ പോലും ഇരുന്ന് ഗീർവാണമടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. പോത്തിനെന്ത് ഏത്തവാഴ, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. വൈദികരെ, നിങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ മാറി. സ്വന്തം നിലനിൽപ്പിനും കാര്യലാഭത്തിനുമായി സംഘപരിവാറിനെ പാടിപ്പോഴ്ത്തുന്ന വൈദികരെ, നിങ്ങൾ നിഷ്കളങ്കരായ ക്രൈസ്തവ വിഭാഗത്തെയാണ് ഒറ്റുകൊടുക്കുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണെന്നും ക്രിസ്ത്യാനി അങ്ങനെ ആണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ പ്രസംഗിച്ച് വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചാൽ മാത്രം പോരാ, അവർക്ക് മാതൃകയായി ക്രിസ്തുവിനെ പോലെ ആവണം ഓരോ വൈദികനും. അതിന് സ്നേഹം, കരുണ, പരോപകാരം ഒക്കെ വേണം. അല്ലാതെ റിയൽ എസ്റ്റേറ്റും വസ്തുക്കച്ചവടവും പീഡനവും മദ്യപാനവും ഒന്നുമല്ല വേണ്ടത്. അങ്ങനെയുള്ളവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരുടെ അവസ്ഥയും ജനം വിലയിരുത്തും. വിശ്വാസ സമൂഹത്തെ എല്ലാ കാലത്തും പറ്റിച്ചും മലങ്കര സഭയെ വച്ച് എന്നും വാണിഭം നടത്താമെന്നും കരുതണ്ട. മറുപടി കാലം തരും. അതിന് വലിയ താമസമുണ്ടാവില്ല. നിങ്ങളുടെ വെള്ളക്കുപ്പായത്തെയാണ് മാനിക്കുന്നത്, അല്ലാതെ അത് ഇട്ടിരിക്കുന്ന നിങ്ങളെ അല്ല. അത് മനസ്സിലാക്കുക. മണിപ്പൂരിൽ വീണ ഓരോ തുള്ളിച്ചോരയും ദാഹിക്കുന്നുണ്ട്. ആ അഗ്നികുണ്ഡത്തിൽ വീണ നിങ്ങൾ വെണ്ണീറാവും, സംശയമില്ല. കാലമൊന്നിനും മറുപടി നൽകാതെ പോയിട്ടില്ല. ചില കോമരങ്ങൾക്ക് ഉന്നത പദവികൾ കിട്ടാൻ സഭയെ ഉപയോഗിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ചതുരംഗക്കളിയിൽ നഷ്ടപ്പെടുന്നത് മലങ്കര സഭയുടെ അന്തസ്സും അഭിമാനവുമാണ്. സഭയിൽ കാശിന് പത്തായവന്മാരെ കൂട്ടുപിടിച്ച് മലങ്കര സഭയെ നശിപ്പിക്കാൻ ഇറങ്ങിയാൽ നിങ്ങൾ അർപ്പിക്കുന്ന ധൂപം ദൈവം മുൻപാകെ വെറും പുകയായി മാറും. വിശ്വാസ സമൂഹം നിങ്ങളുടെ വെള്ളക്കുപ്പായം വെള്ളപ്പഞ്ഞിയാൽ പുതപ്പിക്കുന്ന കാലം അതിവിദൂരമല്ല. കാലമേ, നീ എല്ലാത്തിനും സാക്ഷി.